എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാട്ടർമെലൺ വെച്ച് ചെയ്യാവുന്ന 3 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ 3 ഡ്രിങ്ക്സിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യത്തെ ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ച വാട്ടർമെലൺ കുറച്ച് ചേർത്ത് അരച്ചെടുക്കുകയാണ്. മധുരം ആവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഐസ്ക്രീമൊക്കെ ചേർത്തതുകൊണ്ട് മധുരം ആവശ്യമായിട്ടൊന്നുമില്ല. അത്യാവശ്യം മധുരം തന്നെയുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ കൊണ്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തതായിട്ട് ഞാൻ വാട്ടർമെലൺ കൊണ്ടുള്ള ലസ്സിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം 1 ഗ്ലാസ് വാട്ടർമെലൺ ലസ്സിക്കായിട്ടുള്ള റെസിപ്പിയാണ് പറയുന്നത്. 3 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസ്ഡ് മിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ലസ്സിക്ക് വേണ്ടുന്ന റെസിപ്പിയാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ 1 നുള്ളു ജീരകം വറുത്തെടുത്താൽ മാത്രം മതി. വറുത്ത ജീരകമാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിനോടൊപ്പം പുതിനയില വേണമെങ്കിൽ അതും ചേർത്ത് അരയ്ക്കാവുന്നതാണ്. എന്നിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വാട്ടർമെലൺ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് വാട്ടർമെലൺ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പുതിനയിലയും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് രീതിയാണെങ്കിലും വളരെ ടേസ്റ്റി തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലൺ കൊണ്ടുള്ള ഐസ്ഡ് ടീ ആണ്. അതിനായിട്ട് 1 കപ്പ് ചൂടുവെള്ളം എടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി അഥവാ ടീ ബാഗാണ് കയ്യിലുള്ളെങ്കിൽ 1 ടീ ബാഗ് 1 ഗ്ലാസ് വെള്ളത്തിന് ചേർത്ത് കൊടുക്കുക. ആ രീതിക്ക് എടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേയിലപ്പൊടിയുടെ കളറെല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് 1 കപ്പ് വാട്ടർമെലനും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് അരച്ചെടുത്ത് അരിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പുതിനയില ചേർത്ത് അരച്ചെടുത്ത വാട്ടർമെലൺ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ടീയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മധുരത്തിന് പകരം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ വാട്ടർമെലൺ കൊണ്ടുള്ള 3 ഡ്രിങ്ക്സും തയ്യാറായിട്ടുണ്ട്. വാട്ടർമെലൺ ലസ്സി, വാട്ടർമെലൺ ഐസ്ക്രീം ജ്യൂസ്, അതുപോലെ തന്നെ ഐസ്ഡ് ടീ. ഇത്രയും തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.